നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള തിയറികൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം മെന്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെന്നും മെന്റലി അദ്ദേഹം ട്രോമയിലൂടെ കടന്നു പോവുകയാണ് എന്നും അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് ഇനി വരുമോ ഇല്ലയോ എന്നറിയില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ പല രീതിയിൽ പലതരത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടും നിരവധി വാർത്തകൾ വരുന്നുണ്ട്. പലതരം തിയറികൾ വരുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം നീങ്ങുന്നത് പ്രതിസന്ധിയിലേക്ക് തന്നെയാണ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് രാഹുൽ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ അശ്ലീല മെസ്സേജുകൾ അയച്ചതായും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചതായും യുവനടി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും കൈമാറി. എന്നാൽ നടിയും നിയമ നടപടിക്ക് സന്നദ്ധയല്ല. അതിനിടെ ഗർഭചിത്രം നടത്തിയ യുവതി പരാതിയുമായി മുന്നോട്ടു പോകില്ല എന്ന സന്ദേശം വീണ്ടും അന്വേഷകർക്ക് നൽകിയെന്നാണ് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അതിജീവിതമാർ നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകാത്തതിന് കാരണം ഭീഷണിയും സമ്മർദ്ദവുമെന്ന സംശയവും ക്രൈംബ്രാഞ്ച് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് പ്രത്യേകം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ അതിജീവിതമാരെയും കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടതായി ക്രൈംബ്രാഞ്ചിന്റെ വിവരവും ലഭിച്ചിട്ടുണ്ട്. മാങ്കൂട്ടത്തിനെതിരെ മൊഴിയും തെളിവുകളും നൽകിയിട്ടും നിയമപരമായി മുന്നോട്ടു പോകാനില്ലെന്നാണ് അതിജീവിതമാർ ക്രൈംബ്രാഞ്ചിനോട് പറയുന്നത്. അതിനിടെ ഇരയ്ക്ക് പരാതിയില്ലെങ്കിൽ എന്തിനാണ് ക്രൈംബ്രാഞ്ച് സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന ചോദ്യവും സജീവം. അതും ക്രിമിനൽ കുറ്റമായി വിലയിരുത്തുന്നവരുണ്ട്. ഭീഷണിപ്പെടുത്തി ശാസ്ത്രീയ ഗർഭചിത്രത്തിന് വിധേയരാക്കിയത് ഗുരുതര കുറ്റമാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി. പോലീസ് മേധാവിക്ക് പരാതി നൽകിയവരുടെ മൊഴിയെടുക്കാൻ തുടരുകയാണ്. യുവതി ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് എന്ന് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതിനിടയിൽ ഗർഭചിത്രത്തിന് ബാംഗ്ലൂരു ആശുപത്രിയെ ഒഴിവാക്കി പുതിയ കഥയും വരുന്നുണ്ട്. ഗർഭചിത്രത്തിന് യുവതിക്ക് മരുന്ന് എത്തിച്ചത് നൽകുകയായിരുന്നുവെന്നാണ് വിവരം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ വ്യവസായിക്കും പങ്കുള്ളതായി സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം കൂടുതൽ വെളിപ്പെടുത്തിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത സുഹൃത്ത് സഹായിച്ചതായാണ് അഭ്യൂഹം. ഗർഭചിത്രത്തിനായി യുവതിക്ക് മരുന്ന് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ വ്യവസായിയാണെന്ന് ക്രൈംബ്രാഞ്ചിന് സൂചന ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഗർഭചിത്രത്തിനായി ഇയാളും യുവതിയെ ഭീഷണിപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശിയായ ഇയാളും അന്വേഷക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ വാർത്തകളോട് ക്രൈംബ്രാഞ്ച് പ്രതികരിക്കുന്നില്ല. ഇരയായ യുവതികളിൽ ഒരാൾ നടത്തിയത് അശാസ്ത്രീയ ഗർഭം അലസിപ്പിക്കലാണെന്നാണ് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. നിർബന്ധിത ഗർഭചിത്രം നടത്താൻ ഗുളിക കഴിച്ചതോടുകൂടി രക്തസ്രവം അനിയന്ത്രിതമായതായും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ക്രൈംബ്രാഞ്ചിന് തെളിവ് ലഭിച്ചു. ഇരയായ തിരുവനന്തപുരം ജില്ലക്കാരിയായ 26-കാരിക്ക് വിവാഹം കഴിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പു നൽകിയിരുന്നതായും ഈ ഉറപ്പിൽ കുഞ്ഞിന് ജന്മം നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതിയെന്നുമാണ് വിവിധ ചാനലുകളടക്കം പുറത്തുവിട്ട റിപ്പോർട്ട്. യുവതി ഗർഭിണിയാണെന്ന വിവരം പലതവണ പറഞ്ഞിട്ടും രാഹുൽ വിശ്വസിച്ചിരുന്നില്ല. ഒടുവിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച 16 ആഴ്ച പിന്നിട്ടതോടുകൂടിയാണ് ഗൗരവം തിരിച്ചറിഞ്ഞതെന്നും പറയുന്നു. തുടർന്ന് പത്തനംതിട്ട സ്വദേശിയും തന്റെ വിശ്വസ്തനുമായ സുഹൃത്ത് മുഖേന രാഹുൽ ഗർഭചിത്രത്തിനുള്ള 2 ഗുളികകൾ യുവതിക്ക് കൈമാറിയെന്നാണ് വിവരം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന മരുന്നായിരുന്നു ഇത്. മരുന്നുകൾ കഴിച്ചതിന് പിന്നാലെ രക്തസ്രവവും അനിയന്ത്രിതമായതോടുകൂടി യുവതി തിരുവനന്തപുരത്തെ നഗരത്തിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും കഥകളുണ്ട്. ഇതുവരെ മാങ്കൂട്ടത്തിനെതിരെ 10-ലധികം പേരുടെ മൊഴിയാണ് അന്വേഷക സംഘം രേഖപ്പെടുത്തിയത്. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വെളിപ്പെടുത്തൽ നടത്തിയ 2 അതിജീവിതകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. 2 പേരും കേസുമായി മുമ്പോട്ട് പോകാൻ തയ്യാറല്ലെന്നാണ് അറിയിച്ചത്. എന്നാൽ വിവരങ്ങൾ നിഷേധിച്ചതുമില്ല, തെളിവും നൽകി. ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിലെ ഡിവൈഎസ്പി ഷാജിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശം അയച്ചു, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ പിന്തുടർന്ന് ശല്യം ചെയ്തു, മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്.